ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുടി വളരുന്നതിനും മുടി കൊഴിച്ചിൽ ഉള്ളവർക്കും കഷണ്ടി ഉള്ളവർക്കും മുടി ഉള്ളില്ലാത്തവർക്ക് ഉള്ളോടുകൂടി കട്ടിയായി വളരാനും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. മുടി വളരുന്നതിൻ്റെയും മുടി കൊഴിച്ചിലിൻ്റെയും കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതിലെല്ലാം തലയിൽ പുരട്ടാൻ പറ്റിയ പല പല എണ്ണകൾ നിങ്ങൾ മാറ്റി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടാകും. എന്നിട്ടും ഒരു റിസൾട്ടും കിട്ടുന്നില്ലെങ്കിൽ ആഹാരത്തിൽ ശ്രദ്ധിക്കുക. കാരണം മുടിയുടെ വളർച്ചയ്ക്ക് പുറമേയുള്ളതിനേക്കാൾ അകത്തേക്ക് കഴിക്കുമ്പോഴാണ് കൂടുതൽ ഗുണം കിട്ടുക. മുടി വളരാനായിട്ട് സാധാരണയായി കഴിക്കേണ്ട ഭക്ഷണങ്ങൾ നമുക്ക് എളുപ്പത്തിൽ നാട്ടിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. വലിയ ആളുകളാണെങ്കിൽ കോഴിമുട്ട കഴിക്കുന്നത് വളരെ നല്ലതാണ്. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ കാടമുട്ട കൊടുക്കുന്നതാണ് നല്ലത്. ഇതിൽ പ്രോട്ടീനും വിറ്റമിൻ B1 ഒക്കെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായകമായ വൈറ്റമിൻസുകളാണ്. നിങ്ങൾ മീൻ കഴിക്കുന്നവരാണെങ്കിൽ അയല, മത്തി, ചെമ്പല്ലി, കിളിമീൻ എന്നിങ്ങനെയുള്ള മീനുകൾ കഴിച്ചാൽ മുടി കട്ടിയായി വളരാനും മുടി വളർച്ചയ്ക്കും മുടി പൊട്ടിപ്പോകുന്നതിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നു. അടുത്തത് മുരിങ്ങയിലയാണ്. ഇതിൽ അയൺ കൂടുതലായി അടങ്ങിയിട്ടുണ്ട്. ഇതും മുടിക്ക് വളരെ നല്ലതാണ്. അടുത്തത് മത്തനിലയാണ്. ഇതും മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ വീടുകളിലും മറ്റും സാധാരണയായി കാണപ്പെടുന്ന ചുവന്ന ചീരയാണ്. ഇതിൽ വിറ്റമിൻ A, C എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ഇത് മുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ഇവ മൂന്നും ആഴ്ചയിൽ 2 ദിവസം 2 നേരം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അടുത്തത് മധുരക്കിഴങ്ങും ക്യാരറ്റുമാണ്. ഇതും മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. ഇതിൽ മധുരക്കിഴങ്ങ് പുഴുങ്ങി കഴിക്കുന്നതാണ് നല്ലത്. ഫ്രൂട്ട്സിൽ വെച്ച് പേരക്കയാണ് ഏറ്റവും നല്ലത്. അതുപോലെ ചെറിയ പുളിയുള്ള ബെറീസ് നല്ലതാണ്. മൾബറി, ചെറി, നെല്ലിക്ക ഇവയൊക്കെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. പിന്നെ സോയാബീൻ കറി വെച്ച് കഴിക്കുന്നതും നല്ലതാണ്. പ്രോട്ടീൻ അടങ്ങിയ പയറ്, കടല, സോയ എന്നിവയെല്ലാം വളരെ നല്ലതാണ്. അതേപോലെ ബദാം 4-5 ദിവസവും ഉപയോഗിക്കുക. ഇതെല്ലാം നമുക്ക് നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ്. ധാരാളം വെള്ളം കുടിക്കുകയും ടെൻഷനെല്ലാം മാറ്റിവെച്ച് ഹാപ്പിയായി സന്തോഷത്തോടെ ഇരിക്കുക എന്നിവയെല്ലാം ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.